കുറുപ്പംപടിയിൽ 10-12 വയസ്സുള്ള പെൺകുട്ടികൾ പീഡനത്തിനിരയായ കേസിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു. 2 കുറ്റപത്രങ്ങളായാണ് സമർപ്പിച്ചത്. കുട്ടികളുടെ രഹസ്യമൊഴിയും ക്ലാസ് ടീച്ചർ അടക്കമുള്ളവരുടെ മൊഴികളും നിർണായകമായി. ശാസ്ത്രീയ തെളിവുകളും ലഭിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരനൊപ്പം ചേരുന്നു. ജിജീഷ് പറയും. ജിജീഷ്, എന്താണ് വിവരങ്ങൾ? ഏറ്റവും സുപ്രധാനമായ വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. നിലവിൽ ഉള്ള കുറ്റപത്രം പൂർണ്ണമായും തന്നെ വിശദമായ ഒരു അന്വേഷണത്തിന് ശേഷമാണ് കേസിൽ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. 11ഉം 9ഉം വയസ്സുള്ള പെൺകുട്ടികളെ ഇയാൾ ഏറെ നാൾ പീഡിപ്പിച്ചു എന്നതിന്റെ വിവരങ്ങളായിരുന്നു അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നത്. ധനേഷ് ഏതാണ്ട് 3 വർഷം മുമ്പാണ് ഈ കുട്ടികളുടെ കുടുംബവുമായി അടുക്കുന്നത്. കുട്ടികളുടെ അച്ഛൻ അസുഖബാധിതനായി മരണപ്പെട്ടിരുന്നു. തുടർന്ന് അവിടെ വാഹനം ഓടിക്കുന്നതിനായി അസുഖബാധിതനായ ആളെ കൊണ്ടുപോകുന്നതിനായി വന്ന വാഹനത്തിന്റെ ഡ്രൈവർ ആയിരുന്നു. ആ ഒരു അടുപ്പം വെച്ചുകൊണ്ടാണ് ഇയാൾ ഈ കുടുംബവുമായി സൗഹൃദം സ്ഥാപിക്കുന്നതും പിന്നീട് വീട്ടിൽ സ്ഥിരമായി എത്തി ഈ കുട്ടികൾക്കടക്കം മദ്യം നൽകി കുട്ടികളെ പീഡിപ്പിക്കുകയും ചെയ്തത്. കുട്ടികൾ സഹപാഠികൾക്ക് അയച്ച ഒരു കത്ത് ലഭിച്ചിരുന്നു. ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലും വിശദമായ അന്വേഷണത്തിലുമാണ് ഈ സംഭവത്തിലേക്ക് വെളിച്ചം വീശുന്ന ലൈംഗിക ചൂഷണത്തിലേക്ക് വെളിച്ചം വീശുന്ന വിവരങ്ങൾ ലഭിച്ചത്. തുടർന്നായിരുന്നു ധനീഷ് അറസ്റ്റിലായിരിക്കുന്നത്. അതിവേഗത്തിൽ തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല ശാസ്ത്രീയ തെളിവുകൾ അടക്കമുള്ള നിർണായകമായ വിവരങ്ങളെല്ലാം തന്നെ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേസ് കൂടുതൽ കോടതിയിലെത്തിയാലും ശക്തമായി തന്നെയുള്ള വാദങ്ങൾ പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്ന് നിലനിർത്താനും കഴിയും. ശരി, ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.